അടുത്തതായിട്ട് ഈ KSEBയുടെ VEOയെ ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്. രഞ്ജിത്തെ അനൗൺസ്മെന്റ്. രഞ്ജിത്തെ അനൗൺസ്മെന്റ് ചെയ്യുന്നില്ലേ? പറ്റൂലെന്ന്. ഒട്ടുകത്തിൽ മത്സരം ഇല്ല, അത് നിർത്തി. അതെങ്ങനെയാ നിർത്തിയത്? ഞാൻ ഇവിടുത്തെ VEO അല്ലേ, എനിക്കും ഇല്ലേ ആഗ്രഹങ്ങള്? അല്ല, എനിക്കും ഇല്ലേ പൊട്ടുകുത്തണമെന്ന് ആഗ്രഹം? അത് പറ്റത്തില്ല. ബാബു ചേട്ടന്റെ പ്രവൃത്തി അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല, അതുകൊണ്ട് അത് പറ്റത്തില്ല. അയ്യോ, ഡോണ്ടു ബാബുവിനെ പോലെ അല്ല ഞാൻ. ബാബുവിനെ പോലെ ഒരിക്കലും ഞാൻ ഇങ്ങനെ കയ്യെ വന്ന് തൊടത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും എത്ര സുന്ദരിയെന്ന് എന്നെ പുകഴ്ത്തി പറഞ്ഞാലും ശരി തന്നെ ഈ മത്സരം നടത്തണമെന്നുണ്ടെങ്കിൽ വല്ല ഫോട്ടോയിലും പൊട്ടു കുത്തിയാ മതി. ഓട്ടോയിലെന്റെ പാട്ടി കൂത്തും. എന്റെ അത്തപ്പൂക്കളം ഊത്തപ്പം പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? അതുപോലെ സാറിനെ ഒച്ചയെടുത്ത് വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയില്ലേ. പുതിയായിട്ട് വന്ന രഞ്ജിത്തെ അറിയാവോ? 50,000 രൂപയുടെ പൂവാണ് ഈ കിടക്കുന്നത്. എത്ര? 25,000, 10,000. എന്നാലും പൂവാണ്ടല്ലോ. അറിയാവോ, കഴിഞ്ഞ ഓണത്തിന് നമുക്ക് അത്തപ്പൂക്കളത്തിന് ഫസ്റ്റ് കിട്ടിയില്ല. ചെറിയൊരു കാരണത്തിനാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിന് മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടത്. അത് കറക്റ്റാ. അത് ഞാൻ പറഞ്ഞുതരാം. ഈ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് എല്ലാം സെറ്റ് ചെയ്ത്, പക്ഷെ അത്തപ്പൂക്കളത്തിന് മാർക്കിടാമെന്നപ്പോ നിസ്സാര കാരണം പറഞ്ഞോണ്ട് അവര് മാർക്ക് തന്നില്ല. അതെന്തിനാണ് ഈ നിസ്സാര കാരണം? പൂക്കൾ കിട്ടില്ല. പുതിയായിട്ട് വന്ന രഞ്ജിത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിനും ഓടി നടക്കാൻ ഞാൻ ഒറ്റ ഒരുത്തനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മറന്നുപോയി. അപ്പൊ ബാക്കി വന്ന പായസം മുഴുവനും പാത്രത്തിൽ പൊതിഞ്ഞ് കുടുംബത്തോട് കൊണ്ടുപോകാൻ സാർ മറന്നുപോയില്ലല്ലോ. പച്ചടിയും കിച്ചടി അച്ചാറും കൊണ്ടുപോകാൻ നീ മറന്നില്ലല്ലോ. ഞാനൊന്നല്ല കൊണ്ടുപോയത്, അതൊക്കെ ബാബുവാ കൊണ്ടുപോയത്. ഞാനാ വെയിലാണ് കൊണ്ടുപോയത്. നിങ്ങൾ ഇന്നലെ വാരിക്കെട്ടിക്കൊണ്ട് പോയിട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സദ്യ നടന്നപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാ? ഓ, എങ്ങനെ കിട്ടും? സദ്യ വിളമ്പുന്നതിന് മുന്നേ എല്ലാവർക്കും വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോകാനല്ലേ അത്യാവശ്യം. അപ്പൊ രാധികേ? അയ്യോ, എനിക്ക് ഒന്നും കിട്ടിയില്ല, മുഴുവൻ പട്ടിണിയായിരുന്നു. എല്ലാവരുടെ കൂടി ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇനി KSEB 2 വർഷം കൂടി ഓണം ഉണ്ടാണുള്ളൂ. ആയിക്കോട്ടെ, ബാക്കി 15 കസേര ഇരുന്ന് ഞാൻ ഉണ്ടോളാം. അപ്പം ജാകാൻ നോക്കിയിരിക്കാ കട്ടിലേക്ക് കയറി കിടക്കാനല്ലേ? അതല്ല സാറേ, സാറ് കഴിഞ്ഞ പിന്നെ അടുത്ത ഞാനല്ലേ. അപ്പൊ ഞാൻ എല്ലാവരുടെ കൂടി ഒരു കാര്യം പറയാം. ഇപ്രാവശ്യം അത്തപ്പൂക്കുളം പെണ്ണുങ്ങൾ ഇടുക. തുമ്പിതുള്ളലും കൊട ഊതലും ഞാനായിരിക്കും. അതൊന്നും ശരിയാവൂല. തുമ്പിതുള്ളൊക്കെ പെണ്ണുങ്ങളല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അധികം സൂപ്പർ ആയിട്ടാ തുള്ളിയത്. അത് തുമ്പി തുള്ളിയതാണ്. ഞാൻ വിചാരിച്ച ചോറ് കിട്ടാണ്ട് കളിച്ചു തുള്ളിയതായിരിക്കും. എടാ, നിന്റെ പൊക്കളെ ഞാൻ കുത്തിപ്പൊട്ടിക്കില്ലേ. എന്നാലും തുമ്പിതുള്ളലും കൊട ഊതലും ഞാൻ തന്നെ. നടക്കൂല. തുമ്പിയുള്ള പെണ്ണുങ്ങളുടെ ആണുങ്ങൾ വേറെ എന്താ കുടന്തുള്ളൽ എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ തുള്ളിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയില്ലല്ലോ. ഞാൻ പറയാം, അത്തോട്ട് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഒരു കാര്യം ചെയ്യ് മേഡം, ചൊന്നേ മേഡം എന്തായാലും ഇനി 15 വർഷം മേഡത്തിന് ഇവിടെ ഉണ്ടല്ലോ. മേഡത്തിന് തുമ്പിതുള്ള കൊടവൂത എല്ലാം ചെയ്യാം. 2 വർഷം കൂടെ ഉള്ളു സാറിന്. സാറേ, സാറ് എന്നെ ഈ വർഷത്തെ തുമ്പിതുള്ളലും കൊടവൂതലും